Hi dear friends, Assalamu alaikum, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഷിഗാസ് കഫേ. ഇന്ന് ചെറിയൊരു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. മലബാർ അടുക്കള സൂപ്പർ ഷെഫ് ഗ്ലോബൽ കുക്കിംഗ് കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇവിടെ ജിദ്ദയിൽ വെള്ളിയാഴ്ച ആയിരുന്നു സൂപ്പർ ഷെഫ് ഗ്ലോബൽ കുക്കിംഗ് കോമ്പറ്റീഷൻ നടന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസാണ് ഈ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളെല്ലാവരും കാണണം. കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് മലബാർ അടുക്കള സൂപ്പർ ഷെഫ് ഗ്ലോബൽ കുക്കിംഗ് കോമ്പറ്റീഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ജിദ്ദയിലുള്ള ലുലുവിൽ വെച്ചായിരുന്നു ഈ ഒരു കോമ്പറ്റീഷൻ നടന്നിരുന്നത്. വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഞങ്ങൾ അവിടെ എത്താൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. കുറച്ചല്ല, അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ട്. ഞങ്ങളൊരു 6 മണിയൊക്കെ ആയിരുന്നു എത്തിയപ്പോൾ. അപ്പോഴേക്കും പ്രോഗ്രാമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ജഡ്ജസ് ഫുഡ് ടേസ്റ്റ് ചെയ്യായിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല ഭംഗിയായിട്ട് തന്നെ ഫുഡൊക്കെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പാർട്ടിസിപ്പൻസിൻ്റെ ഒക്കെ ഫുഡ് ഐറ്റംസ് കാണാം. ഞാൻ അവരോട് ഈ ഫുഡിൻ്റെ ഒന്നും പേര് ചോദിച്ചിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെയൊക്കെ ഒരു വീഡിയോ എടുത്തിട്ടുള്ളൂ. പരിപാടികളുമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് മലബാർ അടുക്കളയിലെ പരിപാടിക്ക് ഞാൻ മറ്റ് പരിപാടികൾ ഒഴിവാക്കി വരുന്നു എന്നുള്ള ഒരു ചോദ്യം. ഈ പ്രോഗ്രാം കാണാനും തന്നെ അത്യാവശ്യം നല്ല ഓഡിയൻസ് ഉണ്ട്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഫാമിലീസും ബാച്ചിലേഴ്സൊക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇക്കാൻ്റെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം അവിടെ വർത്താനം പറഞ്ഞിരുന്നു. അടുക്കളയിൽ മാത്രം കഴിഞ്ഞുകൂടുന്ന സ്ത്രീകളെ മത്സരങ്ങൾ, ഇങ്ങനെയുള്ള വലിയ മോഡലുകളും അതുപോലെ തന്നെ ഒത്തിരി പേര് പങ്കെടുത്തിട്ടുണ്ട് ഈ ഒരു പ്രോഗ്രാമിന്. എല്ലാവരും തന്നെ ഫുഡ് നല്ല ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ പേരുടെ ഞാൻ ജഡ്ജ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇതെൻ്റെ ഫ്രണ്ടാണ്. അവളും പങ്കെടുത്തിട്ടുണ്ട് ഈ ഒരു പ്രോഗ്രാമിന്. അവൾ ഉണ്ടാക്കിയിട്ടുള്ളത് മലബാർ ചിക്കൻ ദം ബിരിയാണി മക്രോണി സാലഡും ആയിരുന്നു. മലബാർ അടുക്കളയുടെ പായസ മത്സരത്തിൽ വിൻ ചെയ്തിട്ടുള്ള ആസിഫും പങ്കെടുത്തിട്ടുണ്ട് ഈ ഒരു പ്രോഗ്രാമിന്. ആസിഫ തയ്യാറാക്കിയിട്ടുള്ളത് കോണ്ടിനെൻ്റൽ ഫുഡാണ്. എല്ലാവരും ഫുഡും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
ഈ കുക്കിംഗ് കോമ്പറ്റീഷൻ നടക്കുന്നതിനിടയിൽ തന്നെ സ്റ്റേജിൽ കുട്ടികളുടെ ഡാൻസും പാട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ജിദ്ദയിൽ തന്നെ ഫേമസ് സിംഗേഴ്സൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഈ ഒരു പ്രോഗ്രാമിന്. I request Mrs. Fatima Noor to continue with her performance. ഈ പ്രോഗ്രാമിന് പങ്കെടുത്തിട്ടുള്ള പാർട്ടിസിപ്പൻസാണ് ഇവരൊക്കെ. എല്ലാവരും ഫുഡും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല ഭംഗിയായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. 35 പേരാണ് ഈ ഒരു പ്രോഗ്രാമിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ പാർട്ടിസിപ്പൻസിൻ്റെയും ജഡ്ജ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എല്ലാവരും അവരുടെ റിസൾട്ട് അറിയാനുള്ള ആകാംക്ഷയിലാണ്. സമ്മാനം കൊടുക്കുന്നത് മുന്നൂറിൽ 205.5 മാർക്ക് നേടി. ബാക്കി നിങ്ങൾ പറയാം. ആസിഫിന്റെ ബാലൻസ് ആസിഫ സുബ്ഹാൻ. ആരാണ് എന്ന് ആർക്കെങ്കിലും ഒരു ഗസ് ഉണ്ടാവും? സാജിന യൂനിസ് മെഗാ ഇവന്റിലേക്കുള്ള പാർട്ടിസിപ്പേഷൻ. അടുക്കളയുടെ സമ്മാനം കൈമാറുന്നു. നിങ്ങളുടെ കൂട്ടത്തില് ഇവരുടെ ഹസ്ബൻഡോ മക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് കടന്നു വരാവുന്നതാണ്. ഹലോ
അപ്പോൾ പ്രോഗ്രാമൊക്കെ വളരെ ഭംഗിയായിട്ട് നടന്നു. പ്രോഗ്രാമിൽ വിൻ ചെയ്തവർക്കും പങ്കെടുത്തവർക്കും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. സൗണ്ടിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അധിക സ്ഥലത്ത് ഞാൻ വോയിസ് കൊടുക്കാത്തത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്